എൻ്റെ പേര് രഹ്ന രാജീവൻ, പനങ്കാവ്, പുതിയതൊരു പനങ്കാവാണ് എൻ്റെ വീട്. വിവിധതരം കറി പൗഡറുകൾ ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചത് കരിമ്പം ETCയിൽ നിന്ന് പ്രിയവദൻ സാറിൽ നിന്നാണ്. വിവിധതരം കറി പൗഡറായ മസാല, ചിക്കൻ മസാല, സാമ്പാർ പൊടി തുടങ്ങിയവ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ ഉണ്ടാക്കുന്ന കറി പൗഡറുകൾ 6 മാസത്തോളം കേടുകൂടാതെ ഇരിക്കും. അതുമാത്രമല്ല, മായം കലരാത്ത കറി പൗഡറുകൾ നമുക്ക് ഉണ്ടാക്കാം. സാമ്പാർ പൊടി ഉണ്ടാക്കുവാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. മല്ലി 600 ഗ്രാം, മുളക് 200 ഗ്രാം, കായം 75 ഗ്രാം, മഞ്ഞൾപ്പൊടി 50 ഗ്രാം, കുരുമുളക് 25 ഗ്രാം, കടുക് 25 ഗ്രാം, തുവരപ്പരിപ്പ് 100 ഗ്രാം, കടലപ്പരിപ്പ് 100 ഗ്രാം, ഉഴുന്നുപരിപ്പ് 50 ഗ്രാം, കറിവേപ്പില 25 ഗ്രാം. ഇവയൊക്കെ ആദ്യം നന്നായി കഴുകി ഉണക്കി വെക്കേണ്ടതാണ്. അതിനുശേഷം ഇവയോരോന്നായി വറുത്തെടുക്കുക. ഓരോന്നും വറുത്തെടുത്ത് അതിനുശേഷം ഇവ ഒന്നിച്ച് പൊടിക്കുക. രുചികരമായ സാമ്പാർ പൊടി തയ്യാറായിരിക്കുന്നു. ശുദ്ധവും മായം കലരാത്തതുമായ സാമ്പാർ പൊടി നമുക്ക് വീട്ടിലുണ്ടാക്കാം. അടുത്തതായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ബിരിയാണി മസാല എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നതാണ്. മല്ലി 250 ഗ്രാം, മുളക് 150 ഗ്രാം, കുരുമുളക് 100 ഗ്രാം, കറുവാപ്പട്ട 75 ഗ്രാം, തക്കോലം 75 ഗ്രാം, ഗ്രാമ്പു 50 ഗ്രാം, ഏലം 50 ഗ്രാം, ജാതിക്ക 5 എണ്ണം, ജാതിപത്രി 25 ഗ്രാം, മഞ്ഞൾപ്പൊടി 25 ഗ്രാം, പെരുംജീരകം 150 ഗ്രാം, നല്ല ജീരകം 25 ഗ്രാം, ഉപ്പ് 25 ഗ്രാം, പുതിന, മല്ലി, കറിവേപ്പില ഇവ ഓരോന്നും 30 ഗ്രാം വീതം. ഇവ ഓരോന്നും വെവ്വേറെ വറക്കുക. വറുത്തതിന് ശേഷം നന്നായി മിക്സിയിൽ പൊടിച്ചെടുക്കുക. രുചികരമായ ബിരിയാണി മസാല തയ്യാറായി. നിങ്ങളെല്ലാവരും തീർച്ചയായും വീട്ടിലിത് ഉണ്ടാക്കണം. മായം കലരാത്തതും ശുദ്ധവുമായ ബിരിയാണി മസാല നമുക്ക് ഉപയോഗിക്കാം.